അപ്പോൾ നമുക്കാണെങ്കിൽ നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പം നമുക്കാണെങ്കിൽ ഒന്ന് മുളകും മല്ലിയും കഴുകി ഉണങ്ങി പൊടിച്ചാലോ. അപ്പം ഇതിനായിട്ട് എൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് വന്നേക്കുന്നത് അമ്മയാണ്. അപ്പം നമുക്ക് കാണാം അത് ബാക്ക് വീഡിയോ. അപ്പം നല്ല വെയിലുണ്ട്. 1 കിലോ മുളകും 1 കിലോ മല്ലിയും ആണ് കഴുകാൻ പോകുന്നത്. പിരിയൻ മുളകാണ് എടുത്തേക്കുന്നത്. പിരിയൻ മുളകാകുമ്പോൾ കളർ നന്നായിട്ടുണ്ടാവും, അതുപോലെ എരിവും കുറവാണ്. അതുകൊണ്ടാണ് പിരിയൻ മുളക് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കഴുകാൻ ഗൈസ്, ഭയങ്കര വെയിലാണ്. ഫസ്റ്റ് മുളക് കഴുകാം. ഗൈസ് മുളക് പെട്ടെന്ന് കഴുകണം, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം കയറും. ആദ്യത്തെ കഴുകൽ തന്നെ വൃത്തിയായിട്ട് കഴുകിയാൽ മതി. കാരണം ഒരുപാട് പ്രാവശ്യം മുളക് കഴുകാൻ പറ്റില്ല, ഇതിനകത്തേക്ക് വെള്ളം കയറും, ഉണങ്ങാനുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള മുളകും കൂടെ കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നന്നായിട്ട് മുളക് കഴുകിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴുകിയാൽ മതി ഗൈസ്, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയാണ്. ഗൈസ് അടുത്തതായിട്ട് മല്ലി നല്ല വൃത്തിയായി ഇങ്ങനെ കഴുകണം. അപ്പോഴേക്കും അതിൻ്റെ അഴുക്കെല്ലാം പോവും. 1-2 പ്രാവശ്യം കഴുകിയാൽ മതി ഗൈസ്. മല്ലിക്കുള്ളിലും വെള്ളം പിടിക്കാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് 1-2 പ്രാവശ്യം കഴുകുമ്പോൾ വൃത്തിയായിട്ട് കഴുകുക, അത്രേ ഉള്ളൂ ഗൈസ്. കളറൊന്നും എടുക്കരുത്, മാറ്റി മല്ലി കഴുകിയ വെള്ളം. ഗൈസ് ഇതാണ് മല്ലി കഴുകിയ വെള്ളം. എത്രമാത്രം അഴുക്കുണ്ടെന്ന് നോക്കണം. ഇത് ഞാൻ അരിച്ചിട്ട് കുറച്ച് മല്ലിയും കൂടെ ഇതിലെടുക്കാനുണ്ട്. അരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. വെള്ളവും അഴുക്കുമാണ് ഗൈസ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കഴുകും, എന്നിട്ട് നേരെ ഉണക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് മല്ലിയിലെ അവസ്ഥ. അപ്പോൾ ഇത് ഞാനിനി ഒരു പ്രാവശ്യം കൂടെ കഴുകും ഗൈസ്, എന്നിട്ട് മുകളിൽ ടെറസിൽ കൊണ്ടിട്ട് ഉണക്കുകയാണ്. അപ്പോൾ അടുത്തത് അത് കാണാം. മുളകിടാം ഗൈസ്. ഇതിൽ ജസ്റ്റ് ഒരു മങ്ങലുണ്ട്, എന്നാലും കുറച്ച് സമയം ആകുമ്പോഴേക്കും വെയിൽ വരും ഗൈസ്. ഇവിടെ നല്ല വെയിലാണ് ഫുള്ള് ടെറസിൻ്റെ മുകളിൽ ഭാഗം. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പരമ്പ് പോലുള്ള അല്ലെങ്കിൽ മാറ്റിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ഇതൊക്കെ മല്ലിയാണ് ഇത്. ഫേസ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. വലിയ മാറ്റാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. വേറെ ഒരു പണിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ.